ഹായ് മിഥുന. ഇനി ഞാൻ പറയുന്ന പോലെ ഒന്ന് മനസ്സിൽ സങ്കല്പിക്കാം. ഒരു ജോത്സ്യന്റെ അടുത്ത് പോവുകയാണ്. ഭൂതം, ഭാവി, വർത്തമാനം എല്ലാം അറിയാൻ കഴിയുന്ന ഒരു ജോത്സ്യന്റെ അടുത്ത് പോവുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് പോകുമ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, ഒരു ജോത്സ്യനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം ഒന്ന് മനസ്സിലാലോചിക്കുക. ഓക്കെ, കണ്ണടച്ചുകൊണ്ട് ആ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നതായിട്ട് മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യുക. വലത് കൈ ഏതുപോലെ ഒന്ന് നീട്ടാം, വലത് കൈ മുന്നിലേക്ക്. ഓക്കെ, ചോദ്യം തന്നെ മനസ്സിലൊന്ന് ആലോചിക്കുക. ഓക്കെ, ഇനി അദ്ദേഹത്തോട് മിഥുനയുടെ ജന്മനക്ഷത്രം പറയുന്നതായിട്ട് മനസ്സിലാലോചിക്കുക. ഓക്കെ, കണ്ണുറന്നു. ഓക്കെ, മിഥുന അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരു എന്താ പറയുക, ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടി അത്യാവശ്യം എഫർട്ടൊക്കെ ഇടാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. പക്ഷെ ജീവിതത്തിൽ എപ്പോഴേക്കോ ഇട്ട എഫർട്ടിനുള്ള ആ ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ലേ എന്നൊക്കെ ഉള്ള സംശയം തോന്നിയിട്ടുണ്ട്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എനിക്കത് നേടിയിട്ടില്ലേ, പലരും എൻ്റെ കഴിവിനെ വില കുറച്ച് കാണുന്നു, ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ശരിയല്ലേ? അങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ ഒരു ബന്ധമില്ലാത്തൊരു കാര്യം ഞാൻ പറയാണ്. ജന്മനക്ഷത്രം അത്തമല്ലേ? ഓക്കെ, ശരി. ഈ പറഞ്ഞില്ലേ, എഫർട്ട് ഇടുന്നുണ്ട്, റിസൾട്ട് കിട്ടുന്നില്ല. ഇത് കുറെ കാലമായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എപ്പോ ഞാൻ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടും. എനിക്ക് തോന്നുന്നു അങ്ങനെ സംതിങ് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ എന്തോ ഒരു ചോദ്യമാണ് ഇദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നു. മിഥുന ഈ IT ഫീൽഡ് അങ്ങനെ ഇവിടത്തുനിന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ആർട്ടിസ്റ്റിക് ഫീൽഡിലും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളല്ല. എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഒരു 2 വർഷത്തിനുള്ളിൽ മിഥുനയ്ക്ക് ഗവൺമെന്റ് ജോലി കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. അതല്ലായിരുന്നു ചോദ്യം. ഓക്കെ, താങ്ക് യു.